എനിക്കിതിൽ തോന്നുന്നത് ഇതിലൊരു പിന്മാറ്റത്തിന്റെ മുന്നേറ്റത്തിന്റെ ഒന്നും കാര്യമില്ല. ഇന്നലെ നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോഴേ ദിലീപേട്ടനെ പോലുള്ള ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ജേർണലിസ്റ്റ് ആദ്യം തന്നെ പറഞ്ഞു. എക്സ്പീരിയൻസ് ഉണ്ട് ദിലീപേട്ടന്? എക്സാക്ട്ലി. ശരി, അപ്പോൾ അതെന്തായാലും അതൊരു പക്ഷെ നടക്കില്ല എന്നുള്ളത് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അത് SKN അതിപ്പോൾ ഒരാളെ പേടിച്ച് പിന്മാറുന്നത് കൊണ്ടോ മറുപടി ഇല്ലാതെ വരും എന്നുള്ള പേടി കൊണ്ടോ ഒന്നും ആണെന്ന് ഞാൻ കരുതുന്നില്ല. ആ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് കേരളം എത്തിയിട്ടില്ല, പക്ഷെ എത്തേണ്ടതാണ്. അതുകൊണ്ട് മാത്രമാണ്. പിന്നീട് ഇപ്പോൾ മുഖ്യമന്ത്രി വേഴ്സസ് VD സതീശൻ എന്ന് പറയുന്ന സംവാദവുമായി ബന്ധപ്പെട്ട സാഹചര്യം തന്നെ ഉരുത്തിരിയുന്നത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് വന്ന് ഞാൻ മുഖ്യമന്ത്രിയുമായി സംവദിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറയുന്നത് കൊണ്ടോ മുഖ്യമന്ത്രി തിരിച്ചു പറയുന്നത് കൊണ്ടോ അല്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരോട് ചില ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുന്നത്. സ്വാഭാവികമായി ഒരു പ്രേക്ഷകന്റെ ഒരു സംശയത്തിന് മറുപടി പറയുന്നുണ്ട്. പ്രേക്ഷകൻ ഷംസുദ്ദീൻ പറയുന്നു, SK VD സതീശന്റെ മുന്നിൽ വരാൻ മുട്ടിടിക്കും പിണറായി വിജയൻ, അതുകൊണ്ട് കണ്ടം വഴി ഓടി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പാർട്ടി നമുക്ക് ഒരു ഭാഗത്തുനിന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, പിണറായി വിജയൻ എത്രയോ കാലമായി കേരളത്തിന്റെ മുന്നിലുള്ള ഒരു നേതാവ് കൂടിയാണ്. SKN തന്നെ പറഞ്ഞതുപോലെ ഒരു സാഹചര്യത്തിലും അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചോദ്യത്തോട് മറുപടി അദ്ദേഹത്തെ അടിമുടിയാക്കരുതിൽ റെസ്പെക്ട് ചെയ്യും. കാരണം 20 ഇന്റർവ്യൂ അദ്ദേഹം ഇത്രയും മണിക്കൂർ കൊടുത്തു എന്നുള്ളത് തന്നെ ഒരു ലോക റെക്കോർഡാണ്. അതെ, അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരാളല്ലോ പിണറായി വിജയൻ. അത് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും അതെ, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് SKN ഒരാളെ പേടിച്ച് ഇത് നടന്നില്ല എന്നുള്ളതൊന്നും അല്ല ഇതിലെ കാര്യം. അങ്ങനെ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നത് തന്നെയാണ്. പിന്നീട് രണ്ടുപേരും സംവാദത്തിന് തയ്യാറായി പരസ്പരം വെല്ലുവിളിച്ച് രംഗത്ത് വരികയൊന്നും ആയിരുന്നില്ല. ഒരു ചോദ്യത്തിന് മറുപടിയായി രണ്ടുപേരും VD സതീശനോട് ചോദിക്കുമ്പോൾ തയ്യാറാണെന്ന് പറയുന്നു. അതിന് പിന്നാലെ മുഖ്യമന്ത്രി ഈ സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതുകൊണ്ട് എന്നാൽ പിന്നെ ഇതിൽ സംവാദമാകാമെന്ന് പറയുന്നു. അതാണ് ഇന്ന് അദ്ദേഹം പറയുന്നത്. ഞാനൊരു ഫേസ്ബുക്ക് സംവാദമാണ് ഉദ്ദേശിച്ചത്. മുഖ്യമന്ത്രി അത് തുടങ്ങുന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു ഫേസ്ബുക്ക് സംവാദം കൊണ്ട് ആധികാരികമായ നിലയിലേക്ക് ഒരു ചർച്ച പോകുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്നുള്ളത് തന്നെയാണ്.